മധ്യപൂർവേഷ്യൻ സംഘർഷത്തിനിടെ രാജ്യത്ത് പാചകവാതക സിലിണ്ടറിന്റെ വില കൂട്ടി. ഗാർഹിക പാചകവാതക സിലിണ്ടറിന് 60 രൂപയും വാണിജ്യ സിലിണ്ടറിന് 115 രൂപയുമാണ് കൂട്ടിയത്. പുതിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. വിവരങ്ങളുമായി ലാൽകൃഷ്ണയാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ലാൽ, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഈ സംഘർഷങ്ങൾക്ക് നമ്മൾ സാമ്പത്തികമായി വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് അതിന്റെ ഒരു പ്രതിഫലനമാണല്ലോ ഇപ്പോൾ ആദ്യമായി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഗാർഹിക ആവശ്യത്തിനും അതേപോലെ തന്നെ വാണിജ്യ ആവശ്യത്തിനുമുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കൂട്ടിയിട്ടുണ്ട്. അത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയല്ലേ? ഇന്നലെ അർദ്ധരാത്രി മുതൽ എന്നുള്ള രീതിയിലാണ് നിലവിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന പറഞ്ഞ പോലെ പശ്ചിമേഷ്യൻ പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യങ്ങളെ അല്ലെങ്കിൽ സാധാരണക്കാരെ ഇത് എങ്ങനെ ബാധിക്കുമെന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണ് ഈ പാചകവാതക വില വർധനവ് ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ എല്ലാ മാസവും 1-ാം തീയതിയാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ വരാറുള്ളത്, വില കൂട്ടുന്നതും. അങ്ങനെ ഇത്തരത്തിൽ ഈ മാസം മാർച്ച് 1-ാം തീയതി ആകെ വില കൂടിയത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിനായിരുന്നു. അത് ഏകദേശം 29 രൂപ മാത്രമാണ് അന്ന് വർദ്ധിച്ചത്. മറ്റ് അതായത് ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസിൻ്റെ വിലയിലുള്ള വർധനവോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പൊടുന്നനെ തന്നെയാണ് ഈ സാഹചര്യം ഇന്നലെ വൈകിട്ടോടു കൂടി തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സിലിണ്ടറിന് 60 രൂപയും വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സിലിണ്ടറിന് 115 രൂപയും ഇന്ന് അർദ്ധരാത്രി മുതൽ വർദ്ധിക്കും എന്ന കാര്യമാണ് അറിയിച്ചത്. അത് നിലവിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ഇത് ഒരു നഗരത്തിൽ ഏതാണോ വില, അവിടെ നിന്ന് മറ്റ് നഗരങ്ങളിലേക്ക് പോകുമ്പോൾ പെട്രോളിനുള്ള വില വർധനവ് പോലെ തന്നെ മറ്റിടങ്ങളിലെ വില വർധനവ് ഉണ്ടാവും. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അടക്കമുള്ളവ ഇതിൻ്റെ അകത്ത് വരും എന്നുള്ളൊരു കാര്യം കൂടി പ്രധാനമായിട്ടും വരും. അതായത് ഏകദേശം 900 രൂപയ്ക്ക് മുകളിലാണ് നിലവിൽ ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസിൻ്റെ വില ഇനി മുതൽ വരാൻ പോകുന്നത്. ഇത് 14.5 കിലോ ഭാരമുള്ള ഗ്യാസ് കുറ്റികൾക്കാണ്. ഇതിനനുസരിച്ച് ഗ്യാസ് കുറ്റികളെയും ഗ്യാസിൻ്റെയും വലിപ്പത്തിനനുസരിച്ച് അതിൻ്റെ അളവിനനുസരിച്ച് വിലയിൽ മാറ്റം വരും. എന്താണെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ അത് സാധാരണക്കാരനെ ബാധിക്കുന്ന രീതിയിലുള്ള വിലവർധന വന്നിട്ടുണ്ട്. ആനുപാതികമായി മറ്റ് സാധനങ്ങളുടെ, അതായത് ഇതുമായി ഉപയോഗിച്ചുകൊണ്ടുണ്ടാകുന്ന മറ്റു സാധനങ്ങളുടെ വിലയിലും വർധന വരാനുള്ള സാധ്യതയുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വിലവർധനം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല, പൂഴ്ത്തിവയ്പ് ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ആരും ആശങ്കപ്പെടേണ്ടതില്ല എന്ന കാര്യങ്ങളെല്ലാം നേരത്തെ അറിയിച്ചുവെങ്കിലും ആ സാഹചര്യങ്ങളിലെല്ലാം മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് നിലവിൽ ഗ്യാസിൻ്റെ വിലവർധന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.